വിനീത വിജിക്കെതിരായ കേസ് ഞെട്ടിച്ചുവെന്ന സാമൂഹ്യ പ്രവർത്തക മേധ പട്കർ 24-നോട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്ന കാര്യമാണ് കേരള സർക്കാർ ചെയ്യുന്നത്. പ്രതിപക്ഷത്തെയും പ്രതിഷേധത്തെയും ഇല്ലാതാക്കുന്നത് നരേന്ദ്രമോദിയുടെ പാതയാണ്. കേരള സർക്കാർ അതേ പാത പിന്തുടരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് മേധ പട്കർ. A journalist, a media person, Vinita Viji, who covered that incident, also is facing similar case with Section 307. This kind of thing is expected from the central government that is today crushing the right to free expression in India. But we never expected this from the ruling party in Kerala. And when this happens, we really have to support the media person like Vinita, and I do the same. നിതിൻ അംബുജൻ ചേരുന്നു വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ്. മേധ പട്കർ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് കേരള സർക്കാർ ഇത് പ്രതീക്ഷിക്കുന്നില്ല എന്നാണല്ലോ, പറയൂ. SKN24 റിപ്പോർട്ടർ വിനീതയ്ക്കെതിരായ നടപടിയിൽ ദേശീയതലത്തിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് സാമൂഹ്യ പ്രവർത്തക ഇപ്പോൾ വിനീതയ്ക്കെതിരായ ഈ നടപടിയെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് സമാനമായി തന്നെയാണ് കേരള സർക്കാരും പ്രവർത്തിക്കുന്നത്. ഇത് ഒരു തരത്തിലും ഗുണകരമല്ല. അത്തരത്തിലേക്ക്, അതായത് മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം നടപടികൾ സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത് ശരിയായ കാര്യമല്ല എന്നാണ് മേധ പട്കർ എന്ന സാമൂഹ്യ പ്രവർത്തക ഇപ്പോൾ 24 നൽകിയിരിക്കുന്ന പ്രതികരണം. മാത്രമല്ല, കേന്ദ്ര സർക്കാർ മാധ്യമങ്ങളെ സമീപിക്കുന്ന രീതിയിൽ കേരള സർക്കാർ പോകുന്നത് ഒരു തരത്തിലും ഗുണകരമാകില്ല എന്നും മേധ പട്കർ തന്റെ പ്രതികരണത്തിലൂടെ പറയുന്നുണ്ട്. അത്തരത്തിൽ വിനീതയ്ക്കെതിരെ ഉണ്ടായ കേസ് അത് പിൻവലിക്കണം എന്നാണ് മേധ പട്കർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, വിനീതയ്ക്ക് എല്ലാവിധ പിന്തുണയും മേധ പട്കർ നൽകുന്നുണ്ട്. പ്രതിപക്ഷത്തെയും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളെയും ഇല്ലാതാക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ സമീപനമാണ്. സമാനമായ ഒരു സമീപനം കേരള സർക്കാരും തുടരുന്നുണ്ട്. അത് ഒഴിവാക്കണം. അത്തരമൊരു കേന്ദ്ര സർക്കാരിനെ പോലെ തന്നെ കേരള സർക്കാരും പ്രവർത്തിക്കരുതെന്നാണ് മേധ പട്കർ ഇപ്പോൾ 24-നോട് അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു നടപടി കേരള സർക്കാരിനും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതെന്നാണ് മേധ പട്കർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ദേശീയ തലത്തിലടക്കം വലിയ പ്രതിഷേധം ഉയരുകയാണ്. നേരത്തെ എഡിറ്റേഴ്സ് ഗിൽഡും വിനീതയ്ക്കെതിരായ നടപടി ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കണം. മാത്രമല്ല, വിനീതയ്ക്കെതിരായ കേസ് വേഗത്തിൽ തന്നെ സർക്കാർ അത് ഒഴിവാക്കണം എന്ന ഒരു പ്രതികരണമാണ് മേധ പട്കർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. മേധ പട്കർ കൂടി വിനീത വിജിക്ക് എല്ലാവിധമായ പിന്തുണയും പറഞ്ഞിരിക്കുന്നു. താങ്ക് യു മേധ പട്കർ ജി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.